ഹേ ഗൈസ്, ഇമേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു AI മോഡലാണ് RMBG 2.0. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു AI മോഡൽ ComfyUIയുടെ സഹായത്തോടെ ഉപയോഗിക്കാന്നുള്ളതാണ്. അതിന് നമുക്ക് ComfyUIക്കകത്ത് ഒരു കസ്റ്റം നോഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്ത് ComfyUIക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് വന്നിട്ട് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലിങ്ക് വന്നിട്ട് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ GitHubലാണ് വരുന്നത്. ഇവിടെ ഈ നോഡിനെ പറ്റിയുള്ള പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്കൊക്കെ വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കോഡിനകത്ത് ക്ലിക്ക് കൊടുക്കുക, ഡൗൺലോഡ് സിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അധികം വൈകാതെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇതാ ഡൗൺലോഡായി. ഇനി നമുക്ക് ഈ ബ്രൗസർ ക്ലോസ് ചെയ്യാം. നേരെ ഡൗൺലോഡ്സിനകത്ത് എല്ലാം ഇതാ കിടക്കുന്നു നമ്മുടെ നോഡ്. ഇത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. 7-zip വിൻറാറോ എന്താ പറയുക, അല്ലാതെ എങ്ങനെയാണെങ്കിലും എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഫോൾഡറിനകത്ത് കയറാം. ഇതൊക്കെയാണ് നമ്മുടെ ഈ നോഡിൻ്റെ ഫയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ്സ് തിരിച്ച് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, നോഡിൻ്റെ ആ ഫയൽസ് കിടക്കുന്ന ആ ഫോൾഡർ ഉണ്ടല്ലോ, അത് റിനെയിം ചെയ്യാം. ComfyUI-RMBG എന്ന് കൊടുക്കാം. എന്നിട്ട് ആ ഫോൾഡർ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ComfyUIക്ക് അത് കയറുക. ഇവിടെ ComfyUIക്ക് അത് കയറാം. എന്നിട്ട് കസ്റ്റം നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്, അതിനകത്ത് കയറുക, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ശേഷം തിരിച്ച് ComfyUIക്കകത്ത് നമുക്ക് വരാം. ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ടിം എന്ന് പറയുന്ന ഒരു പാക്കേജാണ്. നിങ്ങൾ നേരത്തെ ComfyUI ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ടിം എന്ന് പറയുന്ന പാക്കേജ് പല നോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്യോ പറ്റും സമയത്ത് ടിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ComfyUIയുടെ പ്രധാനപ്പെട്ട ഫോൾഡറിൽ വരിക. ഇവിടെ പൈത്തൺ എംബഡഡ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കയറുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. അല്ലാതെ തന്നെ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്താലും നമുക്കിവിടെ പല ഓപ്ഷൻസ് ഇവിടെ കാണുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഞാൻ ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, ./python.x സ്പേസ് ഇട്ടിട്ട് -m സ്പേസ് ഇട്ടിട്ട് pip install സ്പേസ് ഇട്ടിട്ട് ടിം എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അത്രയുള്ള കാര്യം. അപ്പോൾ ഈ ടിം ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ComfyUIയുടെ പ്രധാനപ്പെട്ട ഫോൾഡർ വരാം. ഓക്കെ, അപ്പം ഇനി ഇത്രയുള്ള കാര്യം ComfyUI റൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോഡ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത നോഡ് ഉണ്ടല്ലോ, കസ്റ്റം നോഡ്, അത് ആ ഒരു കസ്റ്റം നോഡ് റൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് വേണ്ട AI മോഡൽസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്ത് ComfyUIക്കകത്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് ബാക്കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാക്കപ്പ് ഫോൾഡർ കൊണ്ടുവന്നിട്ട് ഞാൻ ComfyUIക്കകത്ത് ഇടുകയാണ്. അപ്പോൾ അത് വന്നിട്ട് മോഡൽസിനകത്താണ് വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാനകത്ത് ഇടാം. നിങ്ങൾക്കിത് ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾക്ക് ആ നോഡൊന്ന് റൺ ചെയ്താൽ മതി. നോഡ് റൺ ചെയ്യുമ്പോൾ തന്നെ വേണ്ട ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ഫോൾഡർ ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്, RMBG എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്തായിരിക്കും നമ്മുടെ RMBG 2.0 കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് ഈ ComfyUI എന്താ പറയുക റൺ ചെയ്യാം. റൺ NVIDIA GPU എന്ന് പറയുന്ന ബാറ്റ് ഫയൽ റൺ ചെയ്യാം. അധികം വൈകാതെ ComfyUI എന്താ പറയുക നമ്മുടെ ബ്രൗസറിനകത്ത് ഓപ്പണായി വരുന്നതായിരിക്കും. ComfyUI ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് അല്ല നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ComfyUI ഒന്ന് ഔട്ട് ഡേറ്റഡ് ആണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഡിഫോൾട്ടായിട്ട് കുറേ നോട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് കളയാം, നമുക്ക് വേണ്ട. എഡിറ്റിനകത്ത് വരാം, ക്ലിയർ വർക്ക് ഫ്ലോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ട നോട്ട്സുകൾ ഇവിടെ ആഡ് ചെയ്യാം. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമേ നമുക്കൊരു ലോഡ് ഇമേജ് എന്ന നോഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൗസിൽ ഇടത്തെ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കാമെങ്കിൽ ഇങ്ങനെ കുറച്ച് സെർച്ച് ചെയ്യാൻ വരും. കണ്ട് ഇവിടെ തന്നെ ലോഡ് ഇമേജ് കാണിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ ലോഡ് ഇമേജ് എന്ന് സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ ക്ലിക്ക് കൊടുക്കാം. ഒരു നോഡ് ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഇമേജ് ഇതിനകത്തോട്ട് ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചൂസ് ഫയൽ ടു അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം. ഡൗൺലോഡ്സ് ചെല്ലാന്നിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലേഡിയുടെ ഇമേജ് എടുക്കാം, ഓപ്പൺ കൊടുക്കാം. ഓക്കെ, ശേഷം ഇനി അടുത്ത് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ RMBGയുടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത കസ്റ്റം നോഡാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. മൗസിലെ ഇടത്തെ ബട്ടണിൽ 2 പ്രാവശ്യം ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സെർച്ച് ചെയ്യുക RMBG. ഇതാണ് RMBG റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, എന്നിട്ട് അത് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലോഡ് ഇമേജിൻ്റെ ഇമേജ് ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ RMBGയുടെ ഇമേജിൻ്റെ ഇൻപുട്ടിനകത്തോട്ട് കൊടുക്കുക. ശേഷം RMBGയുടെ ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ഇമേജിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ സേവ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു നോഡ് കൂടി അവിടെ ആഡ് ആവുന്നതായിരിക്കും. അതായത് സേവ് ഇമേജ് എന്ന് പറയുന്ന നോഡ് ആഡ് ചെയ്യുന്നതായിരിക്കും. ശേഷം ഗൈസ് ഇതിനകത്ത് തന്നെ കുറേ ഡിഫോൾട്ടായിട്ട് സെറ്റിങ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് വെച്ച് തന്നെ നമുക്കൊന്ന് എന്താ പറയുക റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ Q എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അധികം വൈകാതെ ആ മോഡൽ റൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും മോഡൽ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ AI മോഡൽ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അത് റൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും. കണ്ടില്ലേ, എൻ്റെ കാര്യത്തിൽ വളരെ വേഗത്തിൽ നടന്നു, കാരണം ഞാൻ നേരത്തെ ബാക്കപ്പ് എടുത്തിട്ടുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ.
ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ. ഈ ഇമേജ് നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത് കണ്ടില്ലേ. വളരെ ഫാസ്റ്റ് ആയിരുന്നല്ലേ. അപ്പം ഇവിടെ കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ എഡ്ജ് കുറച്ച് പോരായ്മകളുണ്ട് കണ്ടില്ലേ. കുറച്ച് ഷാർപ്പാണ്, പക്ഷേ ഒരു സ്മൂത്ത്നെസ് ഇല്ല. അതെങ്ങനെ സ്മൂത്ത്നെസ് ആഡ് ചെയ്യാൻ പറ്റും അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാം. നേരെ ഈ RMBG എന്ന് പറയുന്ന നോഡിനകത്ത് വരാം. ഇവിടെ മാസ്ക് ബ്ലർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് 1 2 1 ആഡ് ചെയ്യുക കേട്ടോ. നമുക്കൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ക്യൂവിൽ ക്ലിക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം അതെന്തായിരിക്കും വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അത് ശരിയായോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്, പോരാ അല്ലേ. എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത്നെസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. മാസ്ക് ബ്ലർ ഒന്നും കൂടി, അതായത് 2ാമത്തെ വാല്യൂലിടാം. എന്നിട്ട് ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, എന്നിട്ടൊന്ന് സേവ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാം കൊള്ളാമോ ശരിയായോ എന്തോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചും കൂടി എന്താ പറയുക സ്മൂത്ത് ആയിട്ടുണ്ട് കണ്ടില്ലേ. നേരത്തേതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി ആ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് നല്ലതാക്കാവുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ RMBGക്കകത്ത് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനൊന്ന് വളരെ സിമ്പിളാക്കി പറഞ്ഞുതരാം. ഇതിൽ സെൻസിറ്റിവിറ്റി എന്നൊരു ഓപ്ഷനാണ് ആദ്യം വരുന്നത്. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ കാര്യം ഗൈസ്. നമ്മൾ ഇപ്പോൾ ഒരു ഇമേജിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ചിലപ്പം പ്രോപ്പറായിട്ട് റിമൂവ് ആയിട്ടുണ്ടാകത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി ഒന്ന് കുറച്ച് കൂട്ടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ആ എന്താ പറയുക റിമൂവ് ആകാത്ത ഭാഗങ്ങളൊക്കെ റിമൂവ് ആകുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ കൂട്ടിയിട്ടൊന്ന് ക്യൂ ആഡ് ചെയ്യാം. അല്ല, ക്യൂവിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നതെന്നുള്ളത്. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം കാര്യമായിട്ടൊന്നും അങ്ങനെ റിമൂവ് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ചില ഇമേജുകളൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ റിമൂവ് ചെയ്യാൻ പ്രയാസം വന്നു വരാം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾക്ക് അത് സെൻസിറ്റിവിറ്റി കൂട്ടാവുന്നതാണ് കണ്ടില്ലേ. ഇവിടെ കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. നേരത്തെ ജനറേറ്റ് ചെയ്ത്, അതായത് നേരത്തെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത അതേ ഇമേജ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ പ്രോസസ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രോസസ്സിങ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പം ഇത് കൂട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എന്താ പറയുക ഇത് കിട്ടും കേട്ടോ. എഡ്ജസൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആവും, കുറച്ചുകൂടി നല്ല ഇത് വരുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ അതനുസരിച്ച് VRAMൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 1700 ഇടുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിഫോൾട്ട് 1024 മറ്റുമാണ് വരുന്നത് കണ്ടില്ലേ. ഇവിടെ VRAMൻ്റെ ആവശ്യമുണ്ട് കണ്ടില്ലേ. അപ്പം ഇവിടെ എറർ കാണിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് കുറച്ചിടാം. എന്നിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. അപ്പം അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചിലപ്പോൾ നേരത്തെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം മനസ്സിലാവും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടില്ലേ. കുറച്ചുകൂടി നല്ല രീതിയിൽ ആ എഡ്ജൊക്കെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല VRAM ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇത് കൂട്ടിയിടാം, പ്രോസസ്സിങ് റെസൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നല്ല എഡ്ജസൊക്കെ നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ മാസ്ക് ബ്ലർ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. ആ എഡ്ജ് സ്മൂത്ത് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. പിന്നെ മാസ്ക് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇത്രേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാസ്ക് ഓഫ്സെറ്റ് -വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മാസ്ക് ഉള്ളിലോട്ട് ചുരുങ്ങാനെന്നാണ്. ഇപ്പോൾ ഞാൻ -14 ഇട്ടു. എന്നിട്ട് ഈ ക്യൂവിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് എന്താ പറയുക മാസ്ക് ഉള്ളിലോട്ട് ചുരുങ്ങുന്നതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഉള്ളിലോട്ട് കയറിയായിരിക്കും കാണുന്നത് കണ്ടില്ലേ. അതനുസരിച്ചാണ് അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്തായിരിക്കും എന്നുള്ളത്. അതേസമയം മാസ്ക് ഓഫ്സെറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന് അനുസരിച്ചായിരിക്കും ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ നടക്കുന്നത്. അപ്പം ആ ചുറ്റുപാടുമുള്ള എഡ്ജസ് കുറച്ചിട്ട് കാണാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒറിജിനൽ ഇമേജിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കവിടെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ. ഇപ്പോൾ കണ്ടില്ലേ മാസ്ക് എക്സ്പാൻഡ് ആയിരിക്കുകയാണ്. മാസ്ക് എക്സ്പാൻഡ് ആയപ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ബാക്കിലുള്ള ഭാഗങ്ങളൊക്കെ കാണാം. അതായത് ഒറിജിനൽ ഇമേജിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടില്ലേ. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ഇമേജ് അനുസരിച്ചാണ് നിങ്ങൾ ഇതിൻ്റെ വാല്യൂ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഇപ്പോൾ സാധാരണ രീതിയിൽ എന്താണ് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്ത് ആ മാസ്കിൻ്റെ അനുസരിച്ച് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയാണ് നടക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മാസ്ക് മാത്രം വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. മൗസിലെ ഇടത്തെ ബട്ടൺ ഇവിടെ ക്ലിക്ക് കൊടുക്കാം. എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക കൺവേർട്ട് മാസ്ക് ടു ഇമേജ്. ഓക്കെ, ഇതാണ്. എന്നിട്ട് ഈ RMBGയുടെ മാസ്കിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ കൺവേർട്ട് മാസ്ക് ടു ഇമേജിനകത്തോട്ട് കൊടുക്കുക, മാസ്കിലോട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഇമേജിൻ്റെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ സേവ് ഇമേജ് എടുക്കാം.
ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ നമുക്ക് മാസ്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ, നമുക്കിങ്ങനെ മാസ്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മാസ്ക് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ എഡിറ്റിംഗ് പ്രോഗ്രാമിനകത്തോ ഒക്കെ വന്നിട്ട് ഇതെന്താണ്, ഈ മാസ്ക് എടുത്തിട്ട് ലെയർ മാസ്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിന് മണ്ടയ്ക്ക് ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ മാസ്ക്, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന മാസ്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. സാധാരണ ഇതിൽ മാസ്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല. ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് മാസ്ക് വേണമെങ്കിൽ എന്താ പറയുക, എക്സ്പോർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. വേറെ ഇമേജുകൾ നമുക്കൊന്ന് ലോഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം ഇപ്പോൾ തന്നെ 2 വണ്ടി വരുന്ന ഒരു ഇമേജ് തന്നെ എടുക്കുക. അതാണെങ്കിൽ പോലും ഒരു വണ്ടിയായിട്ട് വെക്കത്തില്ല, 2 വണ്ടിയും ഇതുപോലെ തന്നെ എന്താ പറയുക, വേർതിരിച്ചെടുക്കും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയും, കണ്ടില്ലേ. ഓക്കെ, പിന്നെ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഇമേജിൽ ഏതാണ് എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കാൻ പറ്റുമായിരുന്നു നല്ലതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. എന്തായാലും ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്ര ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.